പരികുട്ടിയെ എന്റെ അമ്മക്ക് എന്തെങ്കിലും സംഭവിച്ചപ്പോ എനിക്ക് ആരുമില്ല കേട്ടോ. എന്താ എന്റെ വാസുട്ടേക്ക് ഇജല്ല അവരെ സമാധാനിപ്പിക്കേണ്ടത്. എന്റെ ഇജന്നെ അങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാണ്? അങ്ങതിപ്പോ എക്സ്റേ എടുത്തപ്പോ ചെറിയൊരു കുഴപ്പം കണ്ടുണ്ടാവും, അല്ലാണ്ട് ഇപ്പൊ അവര് സ്കാനിങ്ങിന് പറയില്ല. പക്ഷെ അത് അവര് മുൻപേ പറയണതും നമ്മൾ അറിയണതും നല്ലല്ലേ? നമുക്ക് അതിനനുസരിച്ച് ചികിത്സിക്കാലോ. അതെ, നമുക്ക് ഇക്ക വേണം. കോയമ്പത്തൂരിൽ പെരിയ ഹോസ്പിറ്റൽ ഇരിക്കുന്നത് അങ്ങ് കൊണ്ടുപോകാം. അളിയ അങ്ങ് കൊണ്ടുപോകാം. അളിയ വേണ്ടാന്ന് വെറുതെ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. അങ്ങനെയുള്ള കുഴപ്പമില്ല. പിന്നെ ഇപ്പൊ ഇത്രയും പ്രയാസപ്പെടുന്ന എന്തിനാ? ഇത്രയും പ്രായം വരെയൊക്കെ ജീവിച്ചില്ലേ വാസുട്ടി? ഇന്നല്ലേ കണ്ട കാലപ്പങ്ങൾ തന്നെയല്ലേ നോക്കിയത്. പിന്നെ പ്രായമാകുമ്പോ ചെറിയ അസുഖം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് എന്താ വെച്ചാൽ നമുക്ക് ചെയ്യാ. പിന്നെ ഈ ഒറ്റക്ക് ഇങ്ങനെ കിടന്ന് ബേജാറടിക്കൊന്നും വേണ്ട, ഞങ്ങളൊക്കെ അല്ലേ. പിന്നെന്താണ്? ധൈര്യമായിട്ടിരിക്കും, നമുക്ക് എന്ത് വന്നാലും നേരിടാം, ഞങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളെന്നെ എല്ലാരും വേണ്ട, 1-2 പേര് വന്നാൽ മതി. ഡോക്ടർ വിളിക്കുന്നു. ബില്ല് വല്ലതും കൊടുക്കാനുണ്ടോ? ബില്ലൊക്കെ അടച്ച് പിന്നെ എന്താ ഒരു പിറുപിറുത്ത് പോണത്? എന്തിനാവട്ടെ, ഒന്ന് ചെല്ലി ഒന്ന് ചെല്ലി. പോയിട്ട് അമ്മ എടുത്തിരിക്കും. വരണം വരണം, ഇരി ഇരി. അതെ, നിങ്ങളുടെ അമ്മയ്ക്ക് ഒരു പ്രശ്നമില്ല. സ്കാൻ ചെയ്ത് നന്നായി. സ്കാൻ റിപ്പോർട്ടിൽ കണ്ടത് അത്ഭുതകരമായ ഒരു കാര്യമാണ്. സത്യത്തിൽ സംഭവിച്ചത് എന്തെന്ന് വെച്ചാല്, என்ன பயப்படி சொல்றேன், நான் ஸ்ரீதரன் வாங்குறதுக்கு அம்மாமியை பார்க்க வர்றது அந்த பேரும் പറഞ്ഞ് அடிக்கடி வந்து போலான்னுதா. அல்லாண்டு அழியன்ட்டு ഈ ശ്രീധരൻ എല്ലാം എനിക്ക് கிடைக்கும்னு തോന്നുது അവൾക്ക്. ഓട്ടോറിക്ഷ കാശും കൂടി മേടിക്കും. അതെ, ഇതിപ്പോ ഒന്ന് ഇവിടെ ഒച്ചയും ബഹളം ഉണ്ടാക്കരുത്. ആശുപത്രിയാ, നമ്മുടെ വീടല്ല. അതിനനുസരിച്ചൊന്ന് വായ കടക്കി ഇരുന്നല്ല. അവിടെ ഇരിക്കും, അവിടെ ഇരിക്കും. ഇജവിടെ അമ്മയുടെ അടുത്ത് ഇരിക്കും. അല്ല വാസുട്ടി, അപ്പൊ ഇവിടെ അഡ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്തിന്? അതിന്റെ ഒരു ആവശ്യമില്ല. അല്ലാന്ന് അപ്പൊ ഇവിടെ കൊണ്ടൊന്നും നിക്കൂലേ? എടാ ഒരു കുഴപ്പമില്ലാന്ന്, എഴുന്നേക്കമ്മ പോവാ. വാസുട്ടി ജന്തി പറഞ്ഞത് എൻ്റെ കയ്യിൽ കായില്ലാത്ത ഇനി ചോര തരികട പറയരുത് കേട്ടോ. എൻ്റെ കയ്യിൽ കായില്ലെങ്കിൽ ഞാൻ ചെലവാക്കും. ഇതിന്റെ കൂടി അമ്മയാണ്. എന്താ പറഞ്ഞത്? എന്താ പറയണ? ഒന്നും പറഞ്ഞില്ല. അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. കുഴപ്പമില്ലാണ്ടാണ് ചങ്ങായി ഇവിടെ എക്സ്റേയും സ്കാനിങ് ഒക്കെ എടുത്തത്. എല്ലാത്തിനും ഇവിടെ പറഞ്ഞാൽ മതി. ആ എക്സ്റേ എടുക്കാൻ പോണ സമയത്ത് ഈ കുന്താരേന്ന് എടുത്ത് മാറ്റി, എന്താ അതിന് കുഴപ്പം? അമ്മയുടെ അറിയാൻ കുന്തോ ഇതെന്തെങ്കിലും നാടകം കളിക്കണ്ടോ? എടാ, അച്ഛൻ കൊടുത്തിട്ടുള്ള ഒരു പെട്ടി ഉണ്ട് അമ്മയ്ക്ക്. ആ പെട്ടിയുടെ ചാവിയും പിന്നെ വേറെ ഏതൊക്കെ അവിടെ ജപ്തി ചെയ്ത് പോയിട്ടുള്ള എന്തിന്റെയൊക്കെയോ ചാവിയൊക്കെ പട കൂട്ടി കെട്ടിയിട്ട് അരയിൽ കെട്ടി നടക്കണ ഈ തള്ള വല്ല കാര്യമുണ്ടോ? അപ്പൊ അതിന്റെ മുകളിൽ ഇങ്ങനെ കിടന്നിട്ട് നീര് കെട്ടിയിട്ടാണ് ഈ കേട് വന്നതെന്ന് പറഞ്ഞു ഡോക്ടറെ. അല്ല, അപ്പൊ ഈ എല്ല് വളർന്നു എന്ന് പറഞ്ഞതോ എക്സ്റേ നോക്കിയപ്പോ? അപ്പൊ ഈ എക്സ്റേ എടുക്കാൻ പോകുമ്പോ ഈ സാധനം അത് എടുത്തു മാറ്റിയില്ലോ, അതും കൂടി വെച്ചിട്ടാ എക്സ്റേ എടുത്തത്. ആ എക്സ്റേയിൽ നോക്കിയിട്ടാണ് ഡോക്ടർ എല്ല് ഇങ്ങോട്ട് വളർന്നിട്ടുണ്ട്, എല്ല് ഇവിടേക്ക് വളർന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞതേ. ഈ താക്കോല് കണ്ടിട്ട്? ആ താക്കോല് കണ്ടിട്ട്. അപ്പൊ അല്ലല്ല, ഈ എക്സ്റേ നോക്കിയിട്ട് ഡോക്ടർക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ് സ്കാനിങ്ങിന് വിട്ടത്. അപ്പൊ സ്കാനിങ് എടുക്കാൻ ചെല്ലുന്ന സമയത്ത് അവിടെ ഡ്രസ്സൊന്നും പാടില്ലല്ലോ. അതൊക്കെ ഊരി മാറ്റിയ സമയത്താണ് ഈ സാധനം താക്കോല് കൂട്ടം ഇവിടെ അരയിലിരിക്കണത് കണ്ടത്. അങ്ങനെയുണ്ട്. അപ്പൊ എക്സ്റേ എടുത്തപ്പോ ഇത് അടക്കാണ് എക്സ്റേ എടുത്തതേ. അത് ശരി. അപ്പൊ എല്ലല്ല ഈ താക്കോലാണ് കണ്ടത്. താക്കോല് ആ പെട്ടിക്ക് ആകെ 500 ഉറുപ്പ്യ ഉണ്ടാവില്ല. ഇപ്പൊ ആസ്പത്രിയിൽ എത്ര ചെലവായി നിങ്ങൾക്ക് അറിയോ? 10,000 ഉറുപ്പ്യ. താക്കോല് നിങ്ങൾക്ക് തരുന്നില്ല. താക്കോലെ ഒന്നുകിൽ ഞാൻ വയ്ക്കും, ഇല്ലെങ്കിൽ മല്ലിക വയ്ക്കും. തരില്ലെന്ന് പറഞ്ഞല്ലേ? പിന്നെ ഇവിടെ വെച്ചോളൂ.